Hello everyone, welcome back to Xylem. It's me, VJR. മക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാ? എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 9ാം ക്ലാസ്സിലെ പരീക്ഷ ദാ ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുമുണ്ട്, ഞങ്ങൾക്കെല്ലാം അറിയാം. കാരണം നിങ്ങളുടെ ഓരോ മെസ്സേജുകളും ഞങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതുപോലെ താഴെ കമന്റ് സെക്ഷനിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് സാറേ ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പിന്നെ ഇഷ്ടമാണ് ക്ലാസ്സുകളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും നിങ്ങൾക്ക് ക്ലാസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് താങ്ക് യു. അപ്പൊ ദാ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് കുറച്ച് ചെറിയൊരു വീഡിയോ. ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ മെയിൻ സാധനങ്ങളെല്ലാം പഠിക്കാം. അപ്പം മുഴുവൻ നിങ്ങൾക്ക് മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ, ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ കാണണം, ലൈക്ക് കൂടെ ചെയ്യണം. കാരണം ആ ചാപ്റ്ററിലെ ഒരു 7 or 8 മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ 10 മാർക്ക് വരെ ചോദിക്കാം. 2 ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും. ആ 2 ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നും എനിക്കറിയാം. ആ ചോദ്യങ്ങൾ നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി, പിന്നെ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? സ്റ്റാറ്റിസ്റ്റിക്സ് 15ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹങ്ങളും നിങ്ങളുടെ ഒരുപാട് മെസ്സേജുകളുമാണ് ഞങ്ങളെ എന്ത് ചെയ്യുന്നത് വീണ്ടും വീഡിയോസ് ഇങ്ങനെ ഇതാക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. നാളെ മീൻസ് അടുത്ത ദിവസങ്ങളിലാണ് നിങ്ങളെ പരീക്ഷ നടക്കുന്നത്. ആ പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് സാറോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളതൊക്കെ. അപ്പൊ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഈ ID-യിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. മാക്സിമം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് റീപ്ലൈ തരാൻ ശ്രമിക്കാറുമുണ്ട്, റീപ്ലൈ ചെയ്യും കേട്ടോ. അപ്പൊ ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ ID വൈശാഖ് JR. അപ്പൊ അതാ ഞാൻ ഇനി കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് 1ാമത്തെ ചോദ്യമാണ്. 2 ടൈപ്പ് സാധനം കുഞ്ഞോളെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരിക. 2 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലാകെ 2 ടൈപ്പ് സാധനങ്ങൾ മാത്രമേ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ആ ചാപ്റ്ററിന്റെ ഉള്ളിലുള്ള ആ 2 ടൈപ്പ് സാധനങ്ങൾ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് സംഭവം എന്നുള്ളത്. കൃത്യമായിട്ട് നോക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പം സ്റ്റാറ്റിസ്റ്റിക്സിലെ മെയിൻ ആണ്. ഒരു കർഷകത്തിന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങൾ ചുവടെയുള്ള പട്ടികയിലുണ്ട്. റബ്ബർ ഷീറ്റ് വെക്കുന്ന ഒരു കർഷകനാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാപ്റ്ററിൽ ആകെ ഒരു ഒറ്റ കോൺസെപ്റ്റേ ഉള്ളൂ. അത് 2 പോർഷനായിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളൂ. എന്താണ് ആ പോർഷൻ ചോദിച്ചാൽ, മാധ്യം. അതായത് മാധ്യം എന്ന് പറയുമ്പോൾ മീൻ കാണാനുള്ള ഒരു ഒറ്റ പോർഷനേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മീനാണ് കാണേണ്ടത്. ഈ ഒരു കോളത്തിന്റെ മീൻ ഇവിടെ കാണണം എന്ന് വെച്ചാൽ, ആ മീൻ കാണണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ അറിയോ, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പം നിങ്ങൾ വേറെ തന്നെ എന്ത് ചെയ്യണം, ഒരു കോളം വരയ്ക്കണം. വേറെ തന്നെ ഒരു ബോക്സ് നിങ്ങൾ വരച്ച് വെക്കുക. ഓക്കെ, ശേഷം ഇത് ചോദ്യത്തിലുള്ള ബോക്സ് വരച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ഒരു കോളം എന്ത് ചെയ്യണം, ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് വരയ്ക്കണം. എക്സ്ട്രാ ഒരൊറ്റ കോളം വരച്ചാൽ മതിയാവും. ഒരൊറ്റ കോളം. ആ കോളത്തിൽ എന്ത് ചെയ്യണം, ടോട്ടൽ റബ്ബർ ആണെങ്കിൽ റബ്ബർ, എന്ത് തന്നെയാണെങ്കിലും ആകെ റബ്ബർ ആണെങ്കിൽ ആ റബ്ബർ അവിടെ എഴുതി വെക്കാം. എന്താണ് ടോട്ടൽ റബ്ബർ എന്ന് ചോദിച്ചാൽ സിമ്പിൾ സാധനമാണ്. റബ്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ടോട്ടൽ റബ്ബർ എന്താണ് കാണാൻ പറഞ്ഞു. ആദ്യം നോക്കലേ എന്താ ചോദിച്ചത്, ഹൗ മെനി കിലോഗ്രാംസ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് ഡേവ് ആവറേജ് ഇൻ 1 month. ഈ ആവറേജ് ഇൻ 1 month എന്ന് പറഞ്ഞാലും മാധ്യഭാരം അല്ലെങ്കിൽ മീൻ എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് സെയിം ആയിരിക്കും. മീൻ എന്ന് പറഞ്ഞാലും മാധ്യം അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. എന്താണ് ആവറേജ് അല്ലെങ്കിൽ മാധ്യം എന്ന് ചോദിച്ചാൽ ആ തുക ബൈ എണ്ണം, ടോട്ടൽ ബൈ നമ്പർ ഓഫ് ആണ്. എങ്ങനെയാ ചെയ്യുന്ന പറയാം. ഇങ്ങനെ ഒരു ബോക്സ് തരും അവര്. ബോക്സ് തന്നതിന് ശേഷം മാധ്യം കാണാൻ പറഞ്ഞു. ഇനി എന്താ കുഞ്ഞുങ്ങളെ ചെയ്യേണ്ടതെന്ന് അറിയോ, വേഗം ഒരു ബോക്സ് വരച്ചു, സെപ്പറേറ്റ് വരച്ചു. ഇനി ഇതൊക്കെ അങ്ങോട്ട് ഗുണിക്കുക. എങ്ങനെ ഗുണിക്കുക, ഗുണിക്കുന്ന നോക്ക്. ഇങ്ങനെ ബോക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഗുണിച്ച് നമുക്ക് ഗുണിച്ച് നോക്കാം. 9 3 ഗുണിച്ചു 27, 10 4 ഗുണിച്ചു. അതായത് നേരെയുള്ള കോളങ്ങൾ ഗുണിക്കുക കേട്ടോ. അപ്പൊ 40, അങ്ങനെ പറ, അടുത്ത് പറ 11 3 പറ. 11 × 3 എത്ര വരിക, 33. 12 × 3 എത്ര വരും, 36. 13 × 5 65. അങ്ങനെ അടുത്ത് പറ. 14 × 6 എത്ര വരും, 16 64 84. അതുപോലെ 16 × 6 16 6 66 അപ്പൊ തരും 96 അല്ലേ, 96. ഇങ്ങനെ എഴുതി വെക്കാം.
ഒരു ബോക്സ് എക്സ്ട്രാ വരച്ചതിന് ശേഷം ഇങ്ങനെ എഴുതി വെക്കാം. എത്ര ദിവസങ്ങളാണ് ഇവിടെ ഉള്ളത്? 3, 7, 10, 10, 3, 13, 18, 24. ടോട്ടൽ 30 ദിവസമുണ്ട്. 30 ഡേയ്സും അതുപോലെ തന്നെ ടോട്ടൽ എത്രയാണ്? ആകെ റബ്ബർ എത്രയാന്ന് ചോദിച്ചാൽ ആ ആകെ റബ്ബറും വേണം, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സും വേണം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ മീൻ, ആവറേജ് അല്ലെങ്കിൽ മാധ്യം കിട്ടും. അപ്പോൾ ഇതൊക്കെ കൂടെ ഒന്ന് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഇതെല്ലാം കൂടെ ഒന്ന് പ്ലസ് ചെയ്ത് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യണം. അതായത് ഈ ഗുണിച്ച് കിട്ടിയ സംഖ്യകളെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് പ്ലസ് ചെയ്യണം. അതെല്ലാം കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എത്രയാണ്? 381 ആയിരിക്കും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി നോക്കൊണ്ടു. 381 എന്നുള്ളൊരു ഇതിലേക്ക് വരിക. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആവറേജ് എന്ന് ചോദിച്ചാലും മാധ്യം എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറൊരു പേര് അതിനുണ്ട് കുഞ്ഞോനെ, എന്താണത്? മീൻ എന്നാണ് നമ്മൾ പറയുക. മീൻ എന്നാണ് പറയുക. ആ മീൻ എന്ന് പറഞ്ഞാൽ ആകെ അതായത് ആകെ ബൈ, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ എന്ത്? നമ്പർ ഓഫ്, അതായത് നമ്പർ ഓഫ് ഡേയ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ്, അതായത് ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലെ, ദിവസങ്ങളുടെ എണ്ണം. അപ്പൊ ആകെ ദിവസങ്ങൾ എത്രയാ? ആകെ എന്ന് പറഞ്ഞാൽ 381 ആണ്. 30 ദിവസം. അപ്പൊ 381 ആണ് ആകെ. മുകളിൽ എഴുതി 30 ദിവസം താഴെ എഴുതി. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. അപ്പൊ നമുക്ക് കിട്ടും ആവറേജ്. ദാറ്റ് ഈസ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ അറിയോ? 381 30, 38 1 ഒരു 30, 30 8 1 ഇറക്കി എഴുതി 1 81. 81 എത്ര ഉണ്ട്? 2 2 30 60 21 0.7 അല്ലേ? 210 കറക്റ്റ് വരുന്നുണ്ട്. അപ്പൊ 12.7 ആയിരിക്കും. അത്രയും kg ആണ് എന്ത്? ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ അതാണ് മീൻ അല്ലെങ്കിൽ മാധ്യം എന്ന് പറയാം. പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അപ്പൊ പാട്ടിന്റെ ഉത്തരം കിട്ടിട്ടോ. ഓക്കെ, റബ്ബറിന്റെ വില 175 രൂപയാണ്. ഈ മാസത്തിൽ റബ്ബറിൽ നിന്നും കിട്ടിയ മാധ്യ വരുമാനം ഈ മാസം മുഴുവൻ കിട്ടിയത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ 1 കിലോഗ്രാമിന് 175 എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മാധ്യം എത്ര കിട്ടിയത് മക്കളെ? പറ. ഓക്കെ, മാധ്യം 12.7 ആണ് നമുക്ക് മാധ്യം, മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞത്. 1 കിലോഗ്രാമിന് 175 എന്ന് പറയുമ്പം ഇത്രയും കിലോഗ്രാമിന് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 1 കിലോഗ്രാമിന് 175 ആണെങ്കിൽ 12.75 കിലോഗ്രാമിന് 7 കിലോഗ്രാമിന് 175 എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് എന്ത് ചെയ്യുക? ഗുണിച്ചാൽ മതി കേട്ടോ. അപ്പൊ 12.7 × 175 ഇതെങ്ങനെ ഗുണിക്കാൻ അറിയോ? പോയിന്റ് ഒഴിവാക്കാം. 127 175 ഗുണിച്ചിട്ട് ലാസ്റ്റ് ഒരു പോയിന്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ആൻസർ കിട്ടുക 2222.5 രൂപ. ദേ നമ്മുടെ ഉത്തരം ഒരേ പുളി. ഏത് പുളി? ഒരേ പുളി. സെറ്റ്. റെഡിയാണോ? ഈ ഒരൊറ്റ സെക്ഷൻ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൽ നിന്ന് വരുന്ന അടുത്തൊരു ചോദ്യം. ഈ ഒരു ചോദ്യം കൂടെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ വേറെ ലെവലായി. കാരണം ഇതും മാധ്യം കാണാൻ അല്ലെങ്കിൽ മീൻ കാണാൻ തന്നെയാണ്. നേരത്തെ പോലെയല്ല ഇത്. കുഞ്ഞോനെ ശ്രദ്ധിച്ച് കേക്ക്. ഇവിടെ 148 152 ഒരു ക്ലാസ് ആണ്. ഇത്ര മുതൽ ഇത്ര വരെ, അത്ര വരെ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഇനി അങ്ങനെ വന്നാലും നിങ്ങൾ എങ്ങനെ വന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഒരൊറ്റ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് ഒന്ന് എടുത്ത് വരയ്ക്കണം. എന്ത് ചെയ്യണം? ഒന്ന് എടുത്ത് വരയ്ക്കണം. ഓക്കെ, ഇതിങ്ങനെ എടുത്ത് വരയ്ക്കാം. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്ക് കുഞ്ഞോനെ, നോക്ക്, 2 എണ്ണം വന്നു. അതായത് ഇത്ര മുതൽ 148 മുതൽ 152 വരെ, 152 മുതൽ 156 വരെ, അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ കുഞ്ഞോനെ കേക്ക് 2 ബോക്സ് ആയിരിക്കണം ഇവിടെ വരയ്ക്കേണ്ടത്. ഇങ്ങനെ 2 ബോക്സ്. എന്തിനാ സാറേ 2 ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തിനാ 2 ബോക്സ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചോ. ആദ്യത്തെ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് ഹൈറ്റ് എഴുതണം. ക്ലാസ് ഹൈറ്റ് എന്നുള്ളത് എഴുതണം. ഹൈറ്റ് ആണ്, അതായത് വിഭാഗ ഉയരം. എന്താണ് ഈ വിഭാഗ ഉയരം എന്ന് ചോദിച്ചാൽ ഈ 148ന്റെയും 152ന്റെയും നടുക്കുള്ള നമ്പർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, 142ന്റെയും 148ന്റെയും 152ന്റെയും നടുക്ക് എത്രയാടാ? 150.
അപ്പൊ ആ 150 എന്ത് ചെയ്യേണ്ടത് അവിടെ എഴുതേണ്ടത്. ആ 150 കഴിഞ്ഞതിന് ശേഷം ഇവിടൊക്കെ 4 ഗ്യാപ്പ് അല്ലെ, നോക്ക് 148 152 4 കൂടി, വീണ്ടും 4 കൂടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 150 ഇതെന്ത് ചെയ്യാ 4 കൂട്ടിയ 154, ഇതെന്ത് ചെയ്യാ 158, അങ്ങനെ ഇതെന്ത് ചെയ്യാ അപ്പൊ പറ 162 4 കൂടി 166, അങ്ങനെ 4 കൂട്ടി എന്ത് ചെയ്താൽ മതി, കളിച്ചാൽ മതി എന്നുള്ളതാണ്. അവിടെ അടുത്ത സ്റ്റെപ്പിൽ അടുത്ത ലാസ്റ്റ് ബോക്സിൽ ആകെ, അതായത് ടോട്ടൽ ഹൈറ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. ടോട്ടൽ ഹൈറ്റ് ആണ്, അതായത് ആകെ ഉയരമാണ് എഴുതേണ്ടത്. ഉയരം, ആകെ ഉയരം പറഞ്ഞാൽ എന്താണോ, 8 150 ഗുണിക്കാം, 8 × 150 അല്ലെ, 8 × 150 ഗുണിക്കുന്നു 1200 കിട്ടുന്നു. അതുപോലെ തന്നെ 10 × 154 ഇത് ഗുണിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ 154 ഒരു 0 ഇട്ടാൽ മതി, 1540 എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സെറ്റ്, റെഡി അല്ലേ? അതുപോലെ തന്നെ ഓരോന്നും ഗുണിക്ക്, ഇതൊന്നും പോരാ. 15 × 158 2370 ആയിരിക്കും. ഗുണിക്കാൻ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. 10 × 162 ഇതാ 0 ഇടാം. 7 × ഒന്നുമില്ല, ഈ 2 ബോക്സ് ഗുണിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, 7 × 166 എത്ര വരും, 1162. റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളുണ്ട്, ആകെ കുട്ടികൾ എത്ര ഉണ്ട്, 8 10 18 28 33 43 50 കുട്ടികൾ ആകെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയാം എത്ര ആകെ ഉയരം, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടണം. ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് എങ്ങനെ കാണാം കുഞ്ഞാനഞ്ചി പറ. ഇതെല്ലാം കൂടെ കൂട്ടതാ, ഈ 1200 1540 2370 1620 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 7892 കിട്ടും. ആ 7892 എന്ത് ചെയ്താൽ മതി, മീൻ കാണാൻ, അതായത് മാധ്യം കാണാൻ, ആകെ ഉയരമാണെങ്കിൽ ഉയരം, ടോട്ടൽ ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആകെ കുട്ടികൾ എന്ന് പറയുമ്പം ആകെ ഉയരം മുകളിലല്ലേ, ആകെ ഉയരം 7892 ഡിവൈഡഡ് ബൈ 50. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കടാ. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സൈഡിൽ പോയിന്റ് വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. 7, ഞാൻ കുറെ സമയം ലെങ്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ മടിക്കുന്നത്. 50 50 28 289 5, അപ്പൊ 250 അല്ലെ, 39 2, അപ്പോ 7 7 50 350. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 8, അപ്പൊ 157.8 അങ്ങനെ വരും കേട്ടോ. ഇനി ഒന്നുകൂടെ ഞാൻ പോകും തോന്നുന്നുണ്ട്. നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി, 8 4 8 5 അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പൊ ആൻസർ ഇതേ, നമ്മുടെ ഉത്തരം ഏതാ, മാധ്യം പറ മീൻ ഏതാ പറ. മീൻ എന്ന് പറഞ്ഞാല് 157.8. അപ്പം എത്രയാണ് അത്, സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ കൂടെ എഴുതി വെക്കുക കേട്ടോ. ഇത്രയും സെന്റിമീറ്റർ. സെറ്റ് ആണല്ലോ.